إن الحمد لله نحمده ونستغفره اللهم صل وسلم وبارك عليه വാജിബുൽ വുജൂദ്. ഈ പദം നിങ്ങളിൽ പലർക്കും പരിചിതമായിരിക്കും. പക്ഷേ ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഖുർആനിൽ ഒരിടത്തും ഈ പദം വന്നിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് പണ്ഡിതന്മാർ അള്ളാഹുവിനെ വാജിബുൽ വുജൂദ് എന്ന് വിളിക്കുന്നത്? ഇതൊരു പുതിയ വിശ്വാസമാണോ അതോ ഖുർആൻ പഠിപ്പിക്കുന്ന ആശയം തന്നെയാണോ? നമുക്ക് നോക്കാം. ഇനി ഖുർആൻ എന്താണ് പറയുന്നത് നോക്കാം. അള്ളാഹു പറയുന്നു, യാ അയ്യുഹന്നാസു അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹി വല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ്. മനുഷ്യരെ, നിങ്ങളെല്ലാവരും അള്ളാഹുവിനെ ആശ്രയിക്കുന്നവരാണ്. അള്ളാഹു ആകട്ടെ ആരെയും ആശ്രയിക്കാത്ത സർവസമ്പന്നനും സർവസുത്യർഹനുമാകുന്നു. ഈ ഒരൊറ്റായത്തിൽ എല്ലാത്തിനുമുള്ള ഉത്തരമുണ്ട്. മനുഷ്യർ മാത്രമല്ല, വഹിയെത്തിക്കുന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പോലും, അർശ് വഹിക്കുന്ന മഹാമലക്കുകൾ പോലും, ലോകത്തെ നയിച്ച മഹാന്മാരായ പ്രവാചകന്മാർ, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും മലകളും, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സൃഷ്ടി മുതൽ ഏറ്റവും ചെറിയ സൃഷ്ടി വരെ എല്ലാം അള്ളാഹുവിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. എന്നാൽ അള്ളാഹു അവൻ മാത്രം ആരെയും ആശ്രയിക്കുന്നില്ല. ഇവിടെയാണ് വാജിബുൽ വുജൂദ് എന്ന പദത്തിന്റെ പ്രസക്തി നാം മനസ്സിലാക്കേണ്ടത്. ഖുർആൻ പഠിപ്പിച്ച ഈ വലിയ ആശയത്തെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ വിശദീകരിക്കാനാണ് മുസ്ലിം പണ്ഡിതന്മാർ വാജിബുൽ വുജൂദ് എന്ന് പ്രയോഗിച്ചത്. ഇതിൽ വാജിബ് എന്നാൽ അനിവാര്യമായത്, വുജൂദ് എന്നാൽ അസ്തിത്വം അഥവാ നിലനിൽപ്പ്, അതായത് ആരെയും ആശ്രയിക്കാതെ സ്വയം നിലനിൽക്കാതെ വയ്യാത്ത ഏക അസ്തിത്വം ഇത് അള്ളാഹു മാത്രമാണ്. അതേസമയം നമ്മളും ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ സൃഷ്ടികളും മുംകിനുൽ വുജൂദാണ്. അതായത് നമ്മുടെയൊക്കെ നിലനിൽപ്പ് അള്ളാഹുവിനെ പൂർണ്ണമായും ആശ്രയിച്ചാണ്. അവനില്ലാതെ സ്വയം നിലനിൽക്കാൻ നമുക്കൊരിക്കലും കഴിയില്ല. വാജിബുൽ വുജൂദ് എന്ന പദം ഖുർആനിൽ ഇല്ലായിരിക്കാം, പക്ഷേ ആ പദം ഉൾക്കൊള്ളുന്ന വലിയൊരു ആശയം ഖുർആനിലുണ്ട്. ഈ പ്രപഞ്ചത്തിലെല്ലാം ആശ്രിതരാണ്. ഒരുവൻ ഒഴികെ ആ ഒരുവൻ അള്ളാഹുവാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ അവനെ വാജിബുൽ വുജൂദ് എന്ന് വിളിച്ചത്. ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് പരിശോധിക്കാം ഖുർആൻ എന്തുകൊണ്ടാണ് അള്ളാഹുവിനെ വാഹിദ് എന്ന് പറയാതെ അള്ളാഹു അഹദ് എന്ന് പറഞ്ഞത്.